എന്താ അമ്മാമേ? അമ്മാമ എന്തോ വല്ലാതെ വിഷമിച്ച് നിക്കാന്ന് എൽദോ പറഞ്ഞല്ലോ. എന്താണ്ടായി? ഒന്നും പറയണ്ട മോളെ. നീ ഇങ്ങോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഞാൻ. ആരോടും പറഞ്ഞിട്ടില്ല. ആ ജയക്കൊച്ചിനെ കാട്ടിലെങ്ങാണ്ടോ വെച്ച് വീണ്ടും കാണാതായില്ലയോ? അതിൻ്റെ പേരിൽ നമ്മുടെ റോക്കിയെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുക. അയ്യോ, റോക്കി അങ്കിളിനെയോ? അതെന്തിനാ? അമ്മാമ്മ ഇതെങ്ങനെ അറിഞ്ഞത്? ഗ്ലാഡിസ് വിളിച്ച് പറഞ്ഞതാ. ഇച്ചായൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് കരഞ്ഞും കൊണ്ടാ അവള് പറഞ്ഞത്. എനിക്കത് കേട്ടിട്ട് വല്ലാത്ത പ്രയാസമായിപ്പോയി. ഒരിക്കൽ ഇതേ കാര്യത്തിന് അവനെ കൊണ്ടുപോയി തല്ലി ചതച്ചതല്ലയോ പോലീസുകാര്? അല്ലെങ്കിൽ പാറമടയിലും കണ്ടു വെച്ച് ജയെ കാണാതായതിന് ഇവിടെ ഇരിക്കുന്ന റോക്കി അങ്കിളിനെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്? റോക്കി കുറച്ച് ദിവസമായിട്ട് പാറമടയിൽ ഉണ്ടായിരുന്നെന്നാ പറഞ്ഞത്. അവിടുത്തെ ഒരു എസ്റ്റേറ്റിലായിരുന്നല്ലോ അവന് ജോലി. ഓ, അത് ഞാൻ അറിഞ്ഞിരുന്നില്ല അമ്മാമ്മേ. സംഭവ സ്ഥലത്ത് അങ്കിൾ ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് സ്വാഭാവികമായിട്ട് സംശയിക്കാം. എന്ന് വെച്ച് കൊച്ചിനെ കൊണ്ടുപോയനെ വെറുതെ വിട്ടേച്ച് കുറ്റം മുഴുവൻ എന്റെ മോന്റെ തലയിൽ കെട്ടിവെച്ചാലോ മോളെ? അവനൊരിക്കൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞതല്ലയോ? പക്ഷേ സാഹചര്യങ്ങൾ വീണ്ടും റോക്കി അങ്കിളിനെതിരായിട്ടല്ലേ അമ്മാമ്മ വന്നിരിക്കുന്നത്? ഇത്രയും നാൾ ഈ നാട്ടിലുണ്ടായിരുന്ന റോക്കി അങ്കിള് പെട്ടെന്നൊരു ദിവസം പാറമടയ്ക്ക് പോവുക, അതേസമയം തന്നെ അവിടെ വെച്ച് ജയയെ വീണ്ടും കാണാതാവുക. പോരാത്തതിന് അങ്കിളാണെങ്കിൽ ഇതേ കേസിൽ പോലീസിന്റെ നോട്ടപ്പുള്ളി. അപ്പോ നീയും അവനെ സംശയിക്കുവാണോ? 2 കൊല്ലമായി അവൻ അവിടെ എസ്റ്റേറ്റിൽ സൂപ്പർവൈസറായി ജോലി നോക്കുമായിരുന്നു എന്നാ ഗ്ലാഡിസ് പറഞ്ഞത്. കഴിഞ്ഞ 2-3 മാസമായി നിന്റെ കാര്യത്തിന് വേണ്ടി ഓടി നടക്കാൻ ലീവ് എടുത്ത് നിൽക്കുമായിരുന്നു. നീ ഇങ്ങോട്ട് തിരിച്ചു പോന്നപ്പോ അവൻ ജോലിക്കും പോയി. അല്ലാതെ എന്റെ മോന് ഈ കേസിൽ ഒരു മനസ്സറിവും ഇല്ല മോളെ. നീയും അവനെ പോലീസുകാരുടെ കണ്ണിലൂടെ കാണരുത് മോളെ. അമ്മാമ്മേ, ഞാൻ പറഞ്ഞത് റോക്കി അങ്കിളാണ് അത് ചെയ്തതെന്നല്ല, സാഹചര്യ തെളിവുകൾ അങ്കിളിനെതിരാണെന്നാ. എന്നതായാലും എന്റെ മോനെ രക്ഷിക്കണം. അയ്യോ അമ്മാമ്മേ, നിന്റെ കാര്യത്തിൽ അവൻ എന്നാ കരുതലായിരുന്നെന്ന് നീ കണ്ടതാണല്ലോ. അവന്റെ മാറ്റം കണ്ടപ്പോ ഞാനില്ലാതായാലും നീ ഒറ്റപ്പെട്ടു പോവത്തില്ലെന്ന് ആശ്വസിച്ചിരിക്കുമായിരുന്നു അമ്മാമ്മ. ഇനി എന്നതാ എനിക്കൊരു മനസമാധാനം? അമ്മാമ്മേ, അമ്മാമ്മ വിഷമിക്കാതിരിക്കെ. റോക്കി അങ്കിള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാതെ ഞാൻ നോക്കിക്കോളാം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഒരു വക്കീലിനെ കണ്ട് ജാമ്യത്തിന് ഞാൻ ശ്രമിക്കാം. പോരെ? എങ്കില് കർത്താവ് നിന്നെ തുണയ്ക്കും മോളെ. താനിതിൽ ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. സംശയമുള്ളതുകൊണ്ടായിരിക്കാം പോലീസ് റോക്കിയെ അറസ്റ്റ് ചെയ്തത്. നിരപരാധിയാണെന്ന് തോന്നിയാൽ വിട്ടയക്കുകയും ചെയ്യും. അതിനിടെ ചെന്ന് റോക്കിയെ ന്യായീകരിക്കേണ്ട കാര്യം നിനക്കെന്താ? അദ്ദേഹം എൻ്റെ അങ്കിളാണെന്നുള്ള കാര്യം ജെഡിക്കറിയില്ലേ? അത് മാത്രമല്ല, ജിഷിയുടെ കാര്യത്തിൽ അങ്കിൾ ഒരിക്കൽ സംശയിക്കപ്പെട്ടത് ഞാൻ കാരണം കൂടിയാണ്. അതിൻ്റെ തുടർച്ചയായിട്ടായിരിക്കുമല്ലോ ഇപ്പോഴത്തെ ഈ അറസ്റ്റും. എന്തായിരുന്നാലും ആ കാര്യത്തിന് വേണ്ടി നീ ഇവിടുന്നും പോകുന്നില്ല. റോക്കിയുടെ നിരപരാധിത്വം തെളിയിക്കുക മാത്രമല്ല, ജിഷയുടെ കാര്യത്തിൽ കൂടുതൽ ഇൻവോൾവ് ആവാൻ വേണ്ടി കൂടിയാ നിന്റെ ഈ പോക്കെന്ന് എനിക്കറിയാം. അതെ, ജിഷിയുടെ കാര്യത്തിൽ നിന്ന് ജെഡി എന്നെ എത്രമാത്രം പിന്തിരിപ്പിക്കുന്നോ അത്രയും എന്റെ ഇൻവോൾവ്മെന്റ് കൂടുകയുള്ളൂ. അപ്പൊ പിന്നെ അവളുടെ മിസ്സിംഗിൽ പങ്കുള്ള ഒരാളെ ഞാൻ ഒരിക്കലും രക്ഷപ്പെടുത്തില്ലെന്നും കൂടി ചിന്തിച്ചൂടെ? രക്ഷപ്പെടുത്താനാണെങ്കിലും അല്ലെങ്കിലും ഈ കേസിൽ നീ ഇടപെട്ടാൽ അതെന്നെ കൂടി ബാധിക്കും. ആവശ്യമില്ലാത്ത ബാധ്യതകൾ വീണ്ടും തലയിൽ കയറ്റി വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ജെഡി, അമ്മാമ്മയെ ബോധ്യപ്പെടുത്താനെങ്കിലും റോക്കി അങ്കിളിന്റെ കാര്യത്തിൽ എനിക്കൊന്ന് അന്വേഷിച്ചേ പറ്റൂ. ഞാൻ അമ്മാമ്മയ്ക്ക് വാക്ക് കൊടുത്തു പോയി. എങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ അഭിപ്രായം ചോദിച്ചത്? നിനക്ക് നിന്റെ അമ്മാമയ്ക്കും മറ്റുള്ളവരും കൊടുത്ത വാക്കാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ പിന്നെ സന്തോഷത്തിന് ഇറങ്ങി പോകാറുന്നില്ലേ? വേണ്ട. എൻ്റെ മകൻ്റെ കാര്യത്തെ ചൊല്ലി നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. എനിക്കാവും പോലെ ഞാൻ അവനെ രക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊള്ളാം. അതിന് പറ്റിയില്ലെങ്കിൽ ആ കൊച്ചിൻ്റെ പേരിൽ ജന്മം തൊലയാനാ എൻ്റെ മോന് യോഗമെന്ന് കരുതിയാൽ മതിയല്ലോ. അമ്മാമ്മേ, ജെഡി പറഞ്ഞതൊന്നും അമ്മാമ്മ കാര്യാക്കണ്ട. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാലും കുറച്ചു നേരം കഴിയുമ്പോ പറയും പൊയ്ക്കോളാൻ. ഇല്ല മോളെ, ഭാര്യമാര് വരുതിക്ക് നിൽക്കണം എന്നുള്ള ആഗ്രഹം എല്ലാ ഭർത്താക്കന്മാർക്കും കാണും.
അതിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന ആളാ ജേഡി. അതിനപ്പുറം പ്രതീക്ഷിക്കണ്ട. അമ്മാമ്മ ഇപ്പം തന്നെ ഗ്ലാഡീസിൻ്റെ അടുത്ത് പോയി അവളുടെ കൂടെ അഭിപ്രായത്തിൽ എന്നതാ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. അത് വേണ്ട അമ്മാമേ. റോക്കിങ്ങളുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നിരപരാധിയാണെന്നറിഞ്ഞാൽ ചിലപ്പോൾ പോലീസുകാർ തന്നെ വെറുതെ വിട്ടെന്ന് വരും. എന്നാലും ഗ്ലാഡിസിൻ്റെ സങ്കടം കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് പറ്റത്തില്ല മോളെ. അവൾ അവിടെ ഒറ്റയ്ക്കല്ലയോ. ഞാനൊന്ന് പോയേച്ച് വരാം. ഇല്ല അമ്മാമ്മ, ഞാൻ വിടത്തില്ല. ഇനി ഇവിടെ നിന്ന് എന്നെയും കൂട്ടി മാത്രമേ അമ്മമ്മ പോകാവുള്ളൂ. ഇല്ലെങ്കിൽ ഒക്കെ പാതി വഴിയിലിട്ടിട്ട് ഞാനും വരും അമ്മമ്മയുടെ കൂടെ. എനിക്ക് വയ്യ അമ്മമ്മേ ചേട്ടിയുടെ മനസ്സ് കാണാൻ. എൻ്റെ കൊച്ചിൻ്റെ ധർമ്മസങ്കടം കാണാൻ എനിക്ക് വയ്യല്ലോ കർത്താവേ. വിഷമിക്കണ്ട, നീ ഇല്ലാണ്ട് അമ്മാമ എങ്ങും പോവില്ല. ജയമോളുടെ കാര്യം നീ വിളിച്ചു പറഞ്ഞപ്പോ എനിക്കവിടെ നിൽപ്പുറച്ചില്ല. അതാ ഓടി പിടച്ചിങ്ങ് വന്നത്. നന്നായി. 2 ദിവസം മണിയെടുത്ത് എന്തായാലും ഇവിടെ തന്നെ നിൽക്ക്. ജയമോളെ ഉടനെ കണ്ടുകിട്ടുന്ന ഹമീദിക്ക പറഞ്ഞത്. എന്നാലും ആ മനു ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. അവൻ ഇവിടെ വന്ന് ഗീതയോട് ഓരോന്നൊക്കെ പറയുന്നത് കേട്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ അവന്റെ ഉള്ളിലിരുപ്പത്ര ശരിയല്ലെന്ന്. പക്ഷേ അവൻ ഇതൊക്കെ ചെയ്തത് ജയമോളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണെന്നാ അവൻ പറയുന്നത്. അതൊക്കെ ശരിയായിരിക്കാം. എന്നാലും ഇത്രയും നാളൊന്നും അവനത് ഒളിച്ചു വയ്ക്കാൻ പാടില്ലായിരുന്നു. ജയമൊക്കെ വിവരമില്ലാന്ന് വയ്ക്കാം. അവനോ ഒന്നുമില്ലെങ്കിലും വലിയ പത്രക്കാരനാന്നൊക്കെ പറഞ്ഞല്ലേ നടപ്പ്. അതിന്റെ ഒരു വകതിരിവെങ്കിലും വേണ്ടേ? ഇനിയിപ്പോ അതൊന്നും പറയണ്ട. എത്രയും വേഗം ജയമോളെങ്ങി കിട്ടിയാ മതിയെന്ന് വിചാരിക്ക്. നമ്മൾ വിചാരിക്കാഞ്ഞിട്ടാണോ? എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്കെന്ന് പറഞ്ഞ പോലെ മോളെ പിന്നെയും കാണാതായിരിക്കല്ലേ? അതും കാട്ടില്ലേ? സത്യത്തില് മോളെക്കുറിച്ച് ഒന്നും അറിയാതിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ പേടി എനിക്കിപ്പോഴാ തോന്നുന്നേ. പേടിക്കണ്ട, ജയമോള് റോക്കിയുടെ കൈ തന്നെ ഉണ്ടാവും. അവനിപ്പോ പോലീസ് കസ്റ്റഡിയിലാ. നാളെ തന്നെ നമുക്ക് ജയമോളെ കാണാൻ പറ്റുന്ന എന്റെ മനസ്സ് പറയുന്നത്. ഈശ്വര, മോളെ നേരി കാണുന്നതോടെ ഗീതയുടെ മനസ്സ് നേരെയാവും. നാദര വാക്ക് പാലിക്കാൻ കൂടി ചെയ്ത് ജയദേവനും ഗീതയും മോളും കൂടി ജീവിക്കുന്നത് ഒരു ദിവസമെങ്കിലും ഒന്ന് കണ്ടാ മതി എനിക്ക്. വിലാസിനെ, വിലാസിനെ. ഹാ, ഏട്ടനോ? ആ, അവനെവിടെ? മനു ജോലിക്ക് പോയോ? ഇല്ല, എവിടെയും പോവാതെ ഏതു നേരവും മുറി അടച്ചിരിപ്പായിപ്പോ. അതെന്താ? അവൻ വല്ലവരും കൊന്നോ? അതോ അവന്റെ വല്ലവരും ചത്തോ? ദിയമോൾ അവനെ വിശ്വസിക്കാതെ പിണങ്ങിപ്പോയ ശേഷമാ എന്റെ മോൻ ആകെ തകർന്നത്. ആണോ? എന്നാ അത് തന്നെയാണ് നിന്റെ മോന്റെ ഏറ്റവും വലിയ കുഴപ്പവും. പെൺകുട്ടികളെ പിണങ്ങിപ്പോകുന്ന പറഞ്ഞാൽ മുറി അടച്ചിരിക്കുക, ചത്തുകളെന്ന് പറഞ്ഞാൽ ഒളിവിൽ പറപ്പിക്കുക. പെൺകോന്തനെന്ന ഇങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേര്. ഒന്ന് പതുക്കെ പറയേട്ടാ, അവൻ കേക്കും. കേക്കട്ടെ, അതിനല്ലേ ഞാൻ പറയുന്നത്. ഒന്നല്ലേന്ന് കരുതി ഓമനിച്ചത് അല്പം കൂടിപ്പോയി. അതവൻ ഈ വകതിരില്ലായ്മ. ഇനിയെങ്കിലും ആണുങ്ങളെ പോലെ പുറത്തിറങ്ങി നടക്കാൻ പറ അവനോട്. ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. എന്താന്ന് വെച്ചാ ഏട്ടൻ തന്നെ പറഞ്ഞേക്ക്. ആ, വിളിക്കേ. ചെല്ലങ്ങോട്ട്. അങ്കിൾ എന്തിനാ വിളിച്ചേ? ആ, നീ ഇങ്ങോട്ട് ഇരി. വേണ്ട, ഞാൻ നിന്നോളാം.
ഏട്ടൻ എന്താ കുടിക്കാൻ എടുക്കണ്ടേ? സാധാരണ എന്താ തരാറ്? മധുരമില്ലാത്തൊരു ചായ, അത് മതി. അല്ല, ഇനി എന്താ നിന്റെ ഉദ്ദേശം? ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും, അതെല്ലാവരും ക്ഷമിക്കുകയും ചെയ്യും. പക്ഷെ അതിന്റെ പേരിൽ കുറ്റവാളിയെ പോലെ ഒളിച്ചിരുന്നാൽ നീ അത് മനഃപൂർവ്വം ചെയ്ത തെറ്റെന്നേ മറ്റുള്ളവർ കരുതും. ഞാൻ പിന്നെ എന്താ അങ്കിൾ ചെയ്യേണ്ടത്? നാളെ മുതൽ ജോലിക്ക് പോയി തുടങ്ങണം. കുറച്ച് ദിവസത്തേക്ക് ഞാൻ ലീവ് എടുത്തിരിക്കുക. എന്തിന്? ജയയെ കണ്ടുകിട്ടും വരെ ദിവസവും സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടണം. പിന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എപ്പോൾ വിളിച്ചാലും ഹാജരാകുകയും വേണം. അപ്പം പിന്നെ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സമയം മുഴുവൻ വീട്ടിലടച്ചിരിക്കാതെ വേറെ ചില കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. ദുരുദ്ദേശത്തോടൊന്നും അല്ലെങ്കിലും നീ ചെയ്ത പ്രവൃത്തി കാരണം ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ച, ഇപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുന്ന ചിലരെങ്കിലും ഉണ്ടെന്നറിയാലോ. അവരെയൊക്കെ നീ ചെന്നൊന്ന് കാണണം. നിന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തണം. അറിയാതെ ഒരു വിവരദോഷത്തിന് കൂട്ടുനിന്ന് പോയതിന് ക്ഷമ ചോദിക്കണം. പക്ഷേ ഞാൻ എൻ്റെ സത്യം പറഞ്ഞാൽ അവരൊക്കെ വിശ്വസിക്കുമോ? കുട്ടിക്കാലം മുതൽ എന്നെ അറിയാവുന്ന ദിയ പോലും വിശ്വസിക്കുന്നില്ല. അവള് വിശ്വസിക്കില്ല. അവളുടെ സ്ഥാനത്തൊന്നും ഒരു പെൺകുട്ടിയും വിശ്വസിക്കില്ല. അതുപോലുള്ള ബന്ധമല്ലല്ലോ നിനക്ക് മറ്റുള്ളവരുമായി. അതുകൊണ്ട് ആദ്യം അവരെയൊക്കെ ചെന്നൊന്ന് കണ്ട് സംസാരിക്കും. ദിയയുടെ മനസ്സ് നമുക്ക് സാവകാശം മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. ഏട്ടാ, ചായ. ഞാൻ പറഞ്ഞതുപോലെ നിന്റെ തലയെ കയറിയൂടാ. അങ്കിൾ, ഞാൻ അങ്കിൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം. നാളെ തന്നെ ജയയുടെ എല്ലാ ബന്ധുക്കളും ചെന്ന് കാണാം. അറിഞ്ഞുകൊണ്ട് നീ ഒരു അപരാധവും ചെയ്തിട്ടില്ലെന്ന് അവർക്ക് ബോധ്യപ്പെടണം. അത്രേ വേണ്ടൂ. ദിയയുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. അവൾ എൻ്റെ മോളാ, നീ എൻ്റെ മരുമോനും. നിങ്ങൾ രണ്ടാളും ചേർന്ന് ഞങ്ങളുടെ കണക്കൂട്ടിൽ തെറ്റിക്കായിരുന്നാ മതി. അല്ലടി വിലാസിനി? ദാ, എന്നാ ഞാൻ ഇറങ്ങുന്നു. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? അവൻ നിരപരാധിയാണെന്നല്ലേ പോലീസ് പോലും പറയുന്നേ? പോലീസും കോടതിയൊക്കെ മനുവേട്ടനെ വെറുതെ വിട്ടേക്കും. പക്ഷെ എന്റെ ഈ മനസ്സ് ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൻറ്റി. വിശ്വാസവഞ്ചന ചെറിയ കുറ്റമൊന്നുമല്ല. ജയമോളും കൂടി തിരിച്ചു വന്ന് അവൾക്ക് പറയാനുള്ളതും കൂടി കേട്ടിട്ട് പോരെ മോളെ ഇങ്ങനൊരു തീരുമാനം? അന്ന് ഈ ശിക്ഷയുടെ കാലാവധിയും കാഠിന്യവും വർദ്ധിപ്പിച്ചാൽ മതിയാവൂ ആൻറ്റി. ഒരിക്കലും കുറയ്ക്കേണ്ടി വരില്ലെന്ന് എനിക്ക് ഉറപ്പാ. എനിക്ക് നീ പറയുന്നത് മനസ്സിലാവുന്നില്ല. നാളെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ? ആയിരുന്നു. പക്ഷേ ഇനി അതുണ്ടാവില്ല. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൂടെ പറയാനാ ഞാൻ വന്നത്. എന്റെ ഭാവിയോർത്ത് നിങ്ങളാരും മനുവേട്ടനോട് ദയ കാണിക്കരുതെന്ന് പറയാൻ. നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ അവന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തന്നെ എനിക്കും തോന്നുന്നത്. ജയ ഒരു ശാഠ്യക്കാരിയാ എന്നുവെച്ച് അവൻ അതിന് ഇത്രയും നാളും കൂട്ടുനിൽക്കാൻ പാടുണ്ടോ? അതുപോട്ടെ, അവളിനി ഒരിക്കലും തിരിച്ചു വരില്ല, വല്ല കടുങ്കയും ചെയ്യുന്നൊക്കെ ഇവിടെ വന്ന് ഗീതയുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. അതുകൊണ്ടുകൂടിയാ അവളുടെ മനസ്സ് ഇത്രയ്ക്ക് കൈവിട്ടു പോയത്. എല്ലാ തെറ്റുകൾക്കും ക്ഷമ ചോദിക്കാനായി മനുവേട്ടൻ വരുവേണ്ടി. പക്ഷേ ദയ തോന്നി ക്ഷമിക്കല്ല. ചെയ്ത തെറ്റിനെല്ലാം പ്രായച്ചിത്തമായി എത്രയും വേഗം ജയെ കണ്ടെത്തി അവൾക്കൊരു ജീവിതം കൊടുക്കാനാ മനുവേട്ടനോട് പറയേണ്ടത്. മോളെ, അത് എന്താ അത് വേണ്ടേ ആന്റി? ഇത്രയും ദിവസം ഒരു ചെറുപ്പക്കാരന്റെ സംരക്ഷണയിൽ കഴിഞ്ഞ ജയയ്ക്ക് ഭാവിയിൽ മറ്റൊരു നല്ല ജീവിതം ഉണ്ടാവുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? എന്നാലും നിനക്ക് വേണ്ടി പറഞ്ഞു വെച്ചതല്ലേ മനുവിനെ? അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, എനിക്ക് വേണ്ടി മനുവേട്ടനോട് ദയ കാട്ടരുതെന്ന്. ഞങ്ങൾ തമ്മി ഇനി ഒരിക്കലും ശരിയാവില്ല. അപ്പൊ പിന്നെ ജയ എങ്കിലും രക്ഷപ്പെടട്ടെ. അങ്ങനെ ഒരു തീരുമാനമൊക്കെ ഇപ്പൊ എടുക്കണം മോളെ.
വേണം. ഇപ്പത്തെ അങ്ങനൊരു തീരുമാനം എടുത്താ ചിലപ്പോ മനുവേട്ടൻ തന്നെ മനസ്സ് വെച്ച് അവളെ തിരിച്ചു കൊണ്ടുവരുന്ന എനിക്ക് തോന്നുന്നേ. എന്നുവെച്ചാ അതെ ആന്റി, രണ്ടുപേരും ചേർന്ന് ആ ഒരു ലക്ഷ്യം നടന്നു കിട്ടാൻ നടത്തിയതല്ല വീണ്ടുമുള്ള ഈ കാണാതാവൽ നാടകമെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അതുകൊണ്ട് അത് ആദ്യമേ അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്ന ആന്റി നല്ലത്. നമ്മളിവിടെ ഉടനെ മദ്രാസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. തൽക്കാലത്തേക്കുള്ള സൗകര്യങ്ങളൊക്കെ ആ ബാലാജി ചെയ്തു തരും. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പ്ലാൻ ചെയ്യും. അതെന്തിനാ ജെഡി എത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? അതും ജിഷ ഏത് നിമിഷം കണ്ടു കിട്ടിയേക്കാവുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഇവിടുന്ന് പോയാലെന്താ? അങ്ങനെ ആർക്കു വേണ്ടി ഇവിടെ കെട്ടിക്കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഭാരം വീണ്ടും എൻ്റെ തലയിൽ വന്ന് വീഴാതിരിക്കാൻ വേണ്ടി തന്നെ ഇത്രയും പെട്ടെന്നൊരു ഷിഫ്റ്റിംഗ് ഞാൻ പ്ലാൻ ചെയ്തു. 2 ദിവസം ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെ ആവും. ആൻഡ് യു ബെറ്റർ സ്റ്റാർട്ട് പാക്കിംഗ് തിങ്സ്. ഇല്ല ജെഡി, എനിക്കങ്ങനെ പെട്ടെന്ന് എല്ലാം കൂടി ഇട്ടെറിഞ്ഞിച്ച് പോരാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ജിഷയെ കണ്ടെത്തണം, അല്ലെങ്കിൽ അവളുടെ അമ്മയ്ക്ക് സമനില വീണ്ടും കിട്ടണം. അതിലേതെങ്കിലും ഒന്നും സംഭവിക്കാതെ ദയവ് ചെയ്ത് ജെഡി എന്നെ പ്രതീക്ഷിക്കരുത്. ശരി, തീരുമാനം ഉറച്ചതാണെങ്കിൽ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ജേരിയുടെ ഭാര്യയുടെ നാദരക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ യാത്രയിൽ നീ എൻ്റെ കൂടെ ഉണ്ടായേ പറ്റൂ. പോവാനുള്ള തീരുമാനത്തിൽ നിന്ന് ഞാൻ എന്തായാലും പിന്നോട്ടില്ല. ഒറ്റയ്ക്ക് പോകേണ്ടി വന്നാൽ പിന്നൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുകയും വേണ്ട. ജേഡിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അയാൾ പോകുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒട്ട് തിരിച്ചു വരാനും പോകുന്നില്ല. അതോടെ ആ ജീവിതം കൊണ്ട് ആർക്കും ഒരു ഗുണമില്ലാതായി പോകത്തില്ലയോ മോളെ? അതിലും നല്ലത് നീയെങ്കിലും കൂടെ പോകുന്നതല്ലയോ? എന്നിട്ടോ ഇവിടം വിട്ടു പോയാൽ ജെഡിയുടെ ജീവിതവുമായിട്ട് എനിക്ക് ഇഴുകി ചേർന്നല്ലേ പറ്റുള്ളൂ. അതിലൂടെ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടുമ്പോ ഗീതയോടും മകളോടുമുള്ള കുറ്റബോധം എന്റെ മനസ്സിൽ പെരുകി തുടങ്ങും. പിന്നെ ഞാൻ എന്നെ തന്നെ വെറുത്ത് ഒന്നും അല്ലാതായി തീരും അമ്മമ്മേ. അതിനാണോ ഞാൻ ജെഡിയുടെ ഒപ്പം ചെല്ലേണ്ടത്? വേണ്ട മോളെ, ദൂരെ എങ്ങോട്ടെങ്കിലും പോയി ഇതൊന്നും ഓർക്കാതെയുള്ളൊരു ജീവിതത്തിന് കഴിയില്ലെങ്കിൽ നീ പോണ്ട. പക്ഷെ സത്യങ്ങൾ തുറന്നു പറഞ്ഞ് നീ ജെഡിയുടെ യാത്ര മുടക്കണം. ഇല്ലെങ്കിൽ നീ ദാനം ചെയ്യുന്ന ജീവിതം ഗീതയ്ക്കും മകൾക്കും കിട്ടില്ലെന്ന് മാത്രമല്ല, ജെഡിക്ക് തന്നെ അയാളുടെ ജന്മം കൊണ്ട് ഉപയോഗമില്ലാതെ വരും. ശരി അമ്മമ്മേ, ഏതെങ്കിലും ഒരു കരയ്ക്കെത്തിക്കാതെ പിരിഞ്ഞാല് ഒരിടത്തും അടുക്കാത്ത വഞ്ചി പോലെ ജെഡിയുടെ ജീവിതം അലയും. അത് പാടില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് ഗീതയിലേക്കും മകളിലേക്കും എത്തുന്നത് വരെ ഞാൻ കൂടെ നിന്നേ പറ്റൂ. ജയെ കണ്ടെത്തുന്നതിന് മുൻപ് സത്യങ്ങൾ പറഞ്ഞാൽ അതും അപകട. അതുകൊണ്ട് ഞാൻ ജെഡിയോടൊപ്പം പോവാൻ തന്നെ തീരുമാനിച്ചു. എന്നിട്ടോ? ജയെ തിരിച്ചു കിട്ടിയെന്ന് അറിയുമ്പോൾ ഞാൻ ജെഡിയും കൂട്ടി വരാം. അതുവരെ തൽക്കാലം ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. തെറ്റുകൾ ഇനി ആവർത്തിക്കാം. അതൊരു പക്ഷേ എന്റെ വിധിയായിരിക്കാം അമ്മാമേ.